ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 13ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 13ാമത്തെ അവതരണം. ദൈവമുണ്ട്, ദൈവത്തിൻ്റെ അസ്തിത്വം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രതിപാദ്യ വിഷയം. ദൈവമുണ്ട് എന്ന് വ്യക്തമായ ബോധ്യം ദൈവമേ എന്ന് വിളിക്കുന്നൊരു വ്യക്തിയിലുണ്ടായിരിക്കണം. അത് വെറും ഊഹമോ അനുമാനമോ ചിന്തയോ ആഗ്രഹമോ സ്വപ്നമോ ആകരുത്. വ്യക്തമായ നിശ്ചയവും ഉറപ്പും ഉണ്ടാകണം. വിശ്വാസം എന്ത് എന്ന് വചനം വെളിപ്പെടുത്തുമ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ദൈവത്തെ കണ്ടിട്ട് ആർക്കും ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി വേണം ഒരു വിശ്വാസി ഭൂമിയിൽ തൻ്റെ ജീവിതം നയിക്കാൻ. പക്ഷെ ദൈവം, നല്ലവനായ ദൈവം, ഒരു വിശ്വാസിക്ക് വേണ്ട മതിയായ തെളിവുകൾ, ആത്മാർത്ഥതയും സത്യസന്ധതയും ജീവിതത്തിൽ പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ മതിയായ തെളിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. ബുദ്ധിക്ക് തെളിവായി നൽകിയിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തുറക്കണം. അതിനാണ് ഈ പഠനങ്ങൾ നമ്മൾ ക്രമീകരിച്ചത്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള 7 വാദഗതികൾ. വാദഗതികൾ എന്ന് പറഞ്ഞാൽ സംഘർഷമോ പോരാട്ടമോ വഴക്കോ അല്ല, അത് സംഭാഷണമാണ്. 7 വാദഗതികൾ അവതരിപ്പിച്ചപ്പോൾ 7ാമത്തെ വാദഗതിയായി നമ്മൾ അവതരിപ്പിച്ചത് വെളിപാടിൽ നിന്നുള്ള ന്യായവാദമാണ്. വെളിപാട് ദൈവം വെളിപ്പെടുത്തുന്നു. ദൈവത്തെ വെളിപ്പെടുത്താതെ മനുഷ്യനെ ഒരിക്കലും അറിയാൻ കഴിയില്ല. എന്തുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തണം? വെളിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം, വെളിപ്പെടുത്തേണ്ടതിൻ്റെതായ ആ സാധ്യത, അതിൻ്റെ യുക്തി, അതിൻ്റെ കാരണ സഹിതം നമ്മൾ അവതരിപ്പിച്ചു. ദൈവത്തെ വെളിപ്പെടുത്താതെ മനുഷ്യന് ദൈവത്തെ അറിയാൻ കഴിയില്ല. അത് വളരെ ആവശ്യമാണ്. മനുഷ്യന് ദൈവം ആവശ്യമാണ്. മനുഷ്യനായി തൻ്റെ കടമകൾ നിറവേറ്റി തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി ദൈവത്തെ അറിയണം. അറിയാത്ത ദൈവത്തെ ആരാധിക്കുന്നത് അബദ്ധമാണെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 17ാം അധ്യായത്തിൽ അജ്ഞാത ദേവന്റെ ബലിക്കല്ല് വെച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു. നാം ആരാധിക്കുന്ന ദൈവം, നാം സ്നേഹിക്കുന്ന ദൈവം സ്തുതിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടാനും എത്രത്തോളം യോഗ്യനും ഉന്നതനുമാണെന്ന് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം. തൻ്റെ നാമത്തെ അറിയുന്ന ജനം തന്നിൽ വിശ്വസിക്കും. അതിന് ദൈവത്തെ അറിയണം. അതിന് ദൈവം വെളിപ്പെടുത്തണം. അത് വ്യക്തമായി കണ്ടു. അപ്പോൾ അതിൽ 2ാമത് വെളിപാടെന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ദൈവവചനം, ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു തൂണ് പോലെ ഉയർന്നു നിൽക്കുന്നതാണ് ദൈവവചനമായ വിശുദ്ധ വേദപുസ്തകം. അത് ലോകം അംഗീകരിച്ചാലും അവിശ്വാസികൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സാക്ഷ്യമാണ്, ഏറ്റവും വലിയ തെളിവാണ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ളത്. അതിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തുകൾ, ദൈവത്തിൻ്റെ അവതരണങ്ങൾ വ്യക്തമായി നൽകിയിരിക്കുന്നു. ദൈവം മനുഷ്യനെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? 3 കാലങ്ങളിലൂടെ ദൈവം എപ്രകാരമാണ് മനുഷ്യനെ വെളിപ്പെടുത്തിയത്? ബൈബിളിൽ അടങ്ങുന്ന വിഷയങ്ങൾ, അതിൻ്റെ ഉന്നതമായ സാഹിത്യം, അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ ഉൾക്കാഴ്ച, അതിൻ്റെ പരിശുദ്ധി ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിന് അവകാശപ്പെടാൻ പറ്റില്ല. ഇത് നിസ്തുലമാണ് ബൈബിൾ എന്ന ഗ്രന്ഥം. അത് നമ്മൾ കൂടുതലായിട്ട് ബൈബിളിനെ കുറിച്ച് അടുത്ത പഠനങ്ങൾ നമ്മൾ ഉണ്ടാകും താമസിയാതെ. അപ്പോൾ ഈ വചനം, ദൈവവചനത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ്? ഒരിക്കലും മനുഷ്യനിൽ നിന്നല്ല. മനുഷ്യരൊരിക്കലും എഴുതാൻ കഴിയില്ല, എഴുതുകയുമില്ല, എഴുതാൻ താല്പര്യവുമില്ല. ബൈബിളിൽ അടങ്ങുന്ന ഒരു വിഷയങ്ങൾ എഴുതാനുള്ള പ്രാപ്തി മനുഷ്യനില്ല. അതിനുള്ള ജ്ഞാനവും കഴിവും ഒന്നും മനുഷ്യനില്ല. ഇത് നിത്യമായിട്ടുള്ളൊരു ബുദ്ധി വൈഭവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഉത്ഭവിച്ചത്. ദൈവം വ്യക്തമായി പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ജീവന നൽകപ്പെട്ടതാണ്. പത്രോസിൻ്റെ ഭാഷയിൽ 2 തിമോത്തിയോസ് 3:16-17 അത് നമ്മൾ കണ്ടത്. പത്രോസിൻ്റെ 2ാം ലേഖനം 1-ാമത്തെ 20-21 വാക്യങ്ങളിൽ തിരുവെഴുത്തുകളുടെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നല്ല. മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചതല്ല വചനം. അതുകൊണ്ട് മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒരു നോവൽ എഴുതിയ മനുഷ്യന് ആ നോവലിൽ താൻ എഴുതിയ എന്താണെന്ന് ആ എഴുതിയ മനുഷ്യരോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരും. ദൈവം എഴുതിയ പുസ്തകത്തെ മനുഷ്യന് പറയാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ച ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ എഴുതിയതാണ് വിശുദ്ധ വേദ പുസ്തകം. മനുഷ്യരുടെ ലോകത്തിലെ ഭാഷകൾ എഴുതപ്പെട്ടു. പക്ഷെ അതിൻ്റെ ഉറവിടം, സന്ദേശം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് മാത്രം വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തലകുനിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല ഒരു വിശ്വാസി. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ആക്രമണങ്ങൾ എന്തു തന്നെ നേരിട്ടാലും താൻ സ്വയം ലജ്ജിക്കരുത്.
ലജ്ജിക്കേണ്ടത് ചാർവികനും നിരീശ്വരവാദിയും ദൈവനിഷേധിയുമാണ്. ഒരു വിശ്വാസി ഒരിക്കലും, യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ദുരുപദേശത്തിൽ അബദ്ധത്തിൽ കിടക്കുന്ന മനുഷ്യരെ കുറിച്ച് അവർ ലജ്ജിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവസാനം നിത്യ തെയ്പോവുകയിൽ പോകുമ്പോൾ അവർ ലജ്ജിക്കും. ദൈവത്തെക്കുറിച്ച് ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി ഒരിക്കലും ലജ്ജിക്കേണ്ട. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടു കൂടിയാണ് അവൻ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അവസാനം കഴിഞ്ഞ പഠനത്തിൽ ചിന്തിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പഠനം, ഇപ്രകാരം ഒരു പഠനത്തിന്റെ ആവശ്യമെന്ന് നമ്മൾ കണ്ടു. വ്യക്തമായി സകല മനുഷ്യർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് വിവരങ്ങൾ വേണം, അറിവുകൾ വേണം, അടിസ്ഥാനമായ വസ്തുതകൾ അറിയണം. ഇപ്പൊ ദൈവമുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായ വസ്തുതകൾ നിരത്തുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ദൈവമുണ്ടെന്നുള്ള വിവരങ്ങൾ നാം വ്യക്തമായി ഈ വാദഗതികളിലൂടെ അവതരിപ്പിക്കുമ്പോൾ ബുദ്ധിക്ക് തെളിവുള്ള, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, പക്ഷെ ബുദ്ധിക്ക് തെളിവ് എല്ലാവർക്കുമില്ല. ബുദ്ധിക്ക് തെളിവുള്ള മനുഷ്യൻ ഈ വാദഗതികൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കും. അപ്പോൾ ശരിയാണല്ലോ എന്ന് അവന് തോന്നുമ്പോൾ അവൻ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുക്കാൻ കഴിയണമെങ്കിൽ ഈ പഠനം ആവശ്യമാണ്. ദൈവനെ കൈകാര്യം ചെയ്യുന്നവരും ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും കഴിയുമെങ്കിൽ ഈ പഠനത്തിൽ നിശ്ചയമുള്ളവരായി മാറണം. എങ്കിലേ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബൈബിളിലെ 3-4 വാക്യങ്ങൾ എടുത്തുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരാളും ദൈവത്തിലേക്ക് കടന്നു വരണമെന്നില്ല. അവൻ ദൈവമുണ്ടോ എന്ന് അവൻ്റെ മനസ്സിൽ സംശയമുണ്ടാകാം. ഇന്നത്തെ ആധുനിക ലോകത്തിൽ, സാങ്കേതിക ലോകത്തിൽ പലതരത്തിലുള്ള തത്വചിന്തകളും ചിന്താഗതികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൈവത്തിനെതിരെ നിരന്തരം ആക്രമണം നടക്കുന്ന ലോകത്തിൻ്റെ നടുവിൽ യുവതലമുറ, പ്രത്യേകിച്ച് ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവനിഷേധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന രാജ്യങ്ങളിൽ ജീവിക്കുന്ന, പഠിക്കാൻ പോകുന്ന, ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം ദൈവനിഷേധത്തിൻ്റെ വഴിയിലാണ്. ഒരു ഫാഷൻ പോലെ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഒരു ദൈവമുണ്ട് എന്നുള്ള വ്യക്തമായ സത്യം അവരുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയാൽ എവിടെയെങ്കിലും ദൈവത്തിൻ്റെ വചനം അവർ പ്രവർത്തിക്കും. അവിടെ ഇത് പഠനം ആവശ്യം തന്നെയാണ്. മാത്രമല്ല, ദൈവം കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞെങ്കിൽ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പതൊക്കെ ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം. ഇതാണ് അന്ത്യകൽപ്പന. അപ്പോൾ സകല ജാതികളെ ശിഷ്യരാക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചുകൊണ്ട്. ഇപ്പോൾ പഠിപ്പിക്കണം. സത്യമുണ്ട്, സത്യം നിൽക്കുന്നു, സത്യം വാസ്തവമാണ്, നാം തെളിയിക്കേണ്ട കാര്യമില്ല. സത്യ തൽപരരായവരാണ് ആ സത്യവചനം കേൾക്കാൻ പോകുന്നത്. നമ്മളല്ല സത്യം തെളിയിക്കേണ്ടത്. സത്യം ദൈവം ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ക്രിസ്തുവിലൂടെ വന്നു സത്യം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1:28 പൗലോസ് പറഞ്ഞു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അതിനെ ഞങ്ങൾ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസനം ചെയ്യുകയും ചെയ്യുന്നത്. സത്യം നമുക്ക് മേലെയാണ്. നമ്മളതിനെ അറിയിക്കുക മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പഠനം വളരെ ആവശ്യമാണ്. ലോകത്തോട് നാം കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ബൈബിളിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവമുണ്ട്, ദൈവം വിളിച്ച വിളി കേൾക്കും. നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, ആകുലതകളിൽ, സങ്കടങ്ങളിൽ നമുക്ക് സഹായമായി ദൈവമുണ്ട്. ദൈവത്തെ നമ്മൾ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവം ആത്മസ്വരൂപനാണ്. ഈ ഒരു തിരിച്ചറിവില്ലാതെ മനുഷ്യർ എങ്ങനെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും? ഇപ്പം ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ അപ്പനും അമ്മയും എന്നെ ചർച്ചയിൽ കൊണ്ടുപോയി, എൻ്റെ മാതാപിതാക്കൾ മുത്തച്ഛനും മുത്തച്ഛിയുമാണ് എന്നെ ബൈബിൾ കഥകൾ പഠിപ്പിച്ചത്, അങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനിയായത്, കൂടുതലൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറയാനുള്ളതല്ല ക്രിസ്ത്യാനിത്വം. നമ്മളുടെ പ്രത്യാശയെക്കുറിച്ച് വാദം ചോദിക്കുന്ന, ചോദ്യം ചെയ്യുന്ന ഏവനോടും നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അറിവുണ്ടായിരിക്കണം. ബൈബിളിലെ കൽപ്പനയാണ്. യെശയ്യാ പ്രവാചകനോട് നമ്മൾ കേട്ടു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം പറഞ്ഞു, വാ നമുക്ക് പോയി വാദിക്കാം, ഞാൻ എൻ്റെ തെളിവുകൾ കാണിച്ചു തരാം, നീ കണ്ണു തുറന്ന തെളിവൊന്ന് കാണും. കാളയ്ക്കറിയാം, കഴുതയ്ക്കറിയാം, നിനക്കെന്തുകൊണ്ട് അറിയില്ല? നിന്നെ പോറ്റിപ്പുലർത്തിയ ഞാനാണ്, നിന്റെ ശ്വാസം ഞാൻ തന്നതാണ്, ജീവന് ശ്വാസം നൽകുന്ന ദൈവമാണ് ഞാനെന്ന്. 1 പത്രോസ് 3:15 നമ്മൾ കേട്ടു. ഫിലിപ്പർ 1:17 പൗലോസ്, ഞാൻ കാരാഗത്തിൽ കിടക്കുന്നത് സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിന് വേണ്ടിയാണ്. കൊലോസ്യർ 4:6 എപ്പോൾ എങ്ങനെ ഉത്തരം പറയണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയം. ഇത് കാണാൻ പറ്റില്ല, പക്ഷേ ദൈവത്തിൻ്റെ ആദർശമായ ഇഷ്ടങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇത് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു പഠനത്തിന് പല എതിർപ്പുകളുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പഠനം, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് 4 എതിർപ്പുകൾ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടാം. ഒന്ന്, ദൈവവചനത്തിന് പ്രതിരോധം ആവശ്യമില്ല, ആരും അതിനെ താങ്ങി നിർത്തേണ്ടതില്ല. ഇങ്ങനെ പറയുന്നവർ പലപ്പോഴും ഉപയോഗിക്കുന്നൊരു വേദഭാഗം റോമർക്കെതിരെ ലേഖനം 1:16 പൗലോസ് അപ്പോസ്തലൻ റോം എന്ന് പറയുന്ന കുപ്രസിദ്ധമായ പട്ടണത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് ഒരിക്കലും ലജ്ജയില്ല. കാരണം അദ്ദേഹം പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല,
വിശ്വസിക്കുന്ന യവനും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകും. അപ്പം സുവിശേഷം ദൈവശക്തിയാണ്, ശരിയാണ്, യാതൊരു സംശയമില്ല. ദൈവവചനം ശക്തിയുള്ളതാണ്, ജീവനും ചൈതന്യമുള്ളതാണ്, അതിന് പ്രവർത്തിക്കാൻ ശക്തിയുള്ളതാണ്. പക്ഷെ അതേ അപ്പോസ്തലൻ തന്നെയാണ് അതേ പുസ്തകം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയത്, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നതിനില്ലാതെ എങ്ങനെ കേൾക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. അപ്പം സുവിശേഷത്തിൽ ശക്തിയുണ്ട്. സുവിശേഷം കർത്താവ് യേശുവിൻ്റെ മരണമടക്ക ഉയർപ്പാണ്, യേശുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ് സുവിശേഷം. അവർ കർത്താവ് യേശുവിനെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വം, യേശു വാസ്തവമാണ്, യേശു ദൈവമാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിശ്ചയവും ബോധവും വേണം. ഈ നിശ്ചയവും ബോധവും വ്യക്തമായി എവിടെ നിന്ന് കിട്ടും? ദൈവവചനത്തിൽ നിന്ന് ആരെങ്കിലും കൃത്യമായി അത് അറിയിക്കണം. കാരണം ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന നൂറുകണക്കിന് സിദ്ധാന്തങ്ങളും തത്വചിന്തകളും ഉപദേശങ്ങളും ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ ഉൾപ്പെടെ വരെ പ്രശംസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് യേശു ദൈവമാണെന്നും ഞാൻ വിളിച്ചാൽ വിളി കേൾക്കാൻ ജീവനോടെ ഉണ്ടെന്നും എന്നെ രക്ഷിക്കാൻ മതിയായവനാണെന്നും ദൈവമാണെന്നും മനുഷ്യരല്ല ദൈവമാണെന്നും എനിക്ക് വേണ്ടി എൻ്റെ പാപപരിഹാരത്തിൻ്റെ കാൽവരി ക്രൂശ് യാഗമായി തീർന്ന് എനിക്ക് രക്ഷയുടെ ഉറവിടം തുറന്നു തന്നവനാണെന്നും എന്ന ബോധ്യമുണ്ടാകണം, നിശ്ചയമുണ്ടാകണം. അതിന് ആ വിഷയം വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു അടിസ്ഥാനം ആവശ്യമാണ്. എങ്കിലേ വിളിക്കാൻ പറ്റും. നമ്മൾ വിളിക്കുന്ന ആൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിവില്ല എങ്കിൽ നമ്മൾ വിളിക്കില്ല. വിളിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയത്ത് കരയിലൂടെ പോകുന്ന ആളെ നമ്മൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ വ്യക്തിക്ക് നീന്തൽ അറിയില്ല, ഒരു കാല് സ്വാധീനക്കുറവുണ്ട്, കൈക്ക് ബലമില്ലാത്ത ആളാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും നമ്മളെ വെള്ളം ആ വ്യക്തിക്ക് പേടിയാണ്. ഇങ്ങനൊരാളെ നമ്മൾ വിളിച്ച ആ വ്യക്തി നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ആരെയാണോ വിളിക്കുന്നത്, ആരെയാണോ വിളിച്ചപേക്ഷിക്കുന്നത്, ആ വ്യക്തിക്ക് നമ്മെ രക്ഷിക്കാൻ കഴിവും പ്രാപ്തിയും മനസ്സും ഉണ്ടെന്ന് നമുക്ക് ബോധ്യം വേണം. എങ്കിലേ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിളിച്ചപേക്ഷിക്കുന്ന അതേ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കർത്താവ് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് വിളിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള വിശ്വാസം വേണം. അതിനാണ് ബൈബിൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ല, മറ്റനേക അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ദൈവത്തിൽ നിന്ന് കാണിച്ചു തരുവാൻ, തെളിയിക്കുവാൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നു. യേശുവിനെ വിളിച്ചപേക്ഷിക്കണം, യേശുവിനെ യോഗ്യനാണെന്ന് തിരിച്ചറിയണം. അതിന് നമ്മൾ കൃത്യമായി യേശുവിനെ കുറിച്ച് പഠിക്കണം, യേശുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ച് പഠിക്കണം. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ തിരുവെഴുത്ത് കൂടാതെ നമുക്ക് രക്ഷയുടെ അറിവ് കിട്ടില്ല. അതാണ് റോമർ 10:17. അപ്പം തിരുവെഴുത്ത് കൂടാതെ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുമോ? ബൈബിളിന് അപ്പുറം ദൈവത്തെ അറിയാൻ കഴിയുന്നതൊരു അസാധാരണ ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും അതിന് ദൈവം വഴി വന്നിട്ടുണ്ട്. ദൈവത്തെ ദൈവം വെളിപ്പെടുത്തുന്ന 2 മാർഗത്തിലൂടെയാണ്. ഒന്ന് തിരുവെഴുത്തുകളിലൂടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദ്യ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. തിരുവെഴുത്തുകൾ അത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ല. തിരുവെഴുത്തുകൾ അങ്ങനെ സത്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ ആ സത്യം നമുക്ക് അറിയാൻ പറ്റില്ല. തിരുവെഴുത്തുകളെ മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണത്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ അതുപോലെ അവിടെ കർത്താവ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ബൈബിളിൽ അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നുള്ള സത്യം തിരുവെഴുത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വെളിപാടുകളിലൂടെ അല്ല നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ആദ്യം പ്രത്യേകമായ വെളിപാട് വചനത്തിലൂടെ, അവൻ്റെ തിരുവെഴുത്ത്, ബുദ്ധിക്ക് ജ്ഞാനം കിട്ടുന്ന തിരുവെഴുത്ത്, ബോധം തരുന്ന തിരുവെഴുത്ത്, നമ്മളെ പ്രകാശിപ്പിക്കുന്ന തിരുവെഴുത്ത്, ആ തിരുവെഴുത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുന്നു. അതോടൊപ്പം മറ്റൊരു മാർഗമുണ്ട്, പ്രകൃതിയിലൂടെ വെളിപാട്. റോമലേഖനം 1:20 നമ്മൾ ഇതിനകം തന്നെ പല പ്രാവശ്യം വായിച്ച് കേട്ടിരിക്കാം. അവിടെ വ്യക്തമായി പറഞ്ഞു, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തെക്കുറിച്ചാണ്, അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത്. അദൃശ്യനാണ് ദൈവം, ദൃശ്യമല്ല, കാണാൻ പറ്റില്ല. എങ്കിലും അദൃശ്യനായ ദൈവം തന്നെ മറച്ചു വയ്ക്കാതെ ഒരു മാർഗത്തിലൂടെ ദൈവം വെളിപ്പെടുത്തും. പ്രകൃതിയിലൂടെ ലോക സൃഷ്ടി മുതൽ ഓരോ സൃഷ്ടിയിലും ദൈവം തൻ്റെ നിത്യതയും ശക്തിയും വെളിപ്പെടുത്തുകയാണ്. അത് ബുദ്ധി തെളിവുള്ള മനുഷ്യർക്കത് കാണാം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, ആരെന്നറിയില്ല. ആ വ്യക്തിയെ വിളിച്ചപേക്ഷിക്കാൻ ആ വ്യക്തിയുടെ പേരറിയില്ല, വ്യക്തിയുമായിട്ട് ബന്ധമില്ല, ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. പക്ഷെ ഉണ്ടെന്നറിയാം, ദൈവമുണ്ട്. അത് ആദ്യത്തെ പടിയാണ്. അത് അറിയാനുള്ള വഴി പ്രകൃതി ദൈവം വെച്ചിട്ടുണ്ട്.
അതാണ് സങ്കീർത്തനം 8, സങ്കീർത്തനം 19. നമ്മൾ പിന്നീട് അതിലേക്ക് വരാം. നീ സൃഷ്ടിച്ച ചന്ദ്രനെയും ആകാശത്തെ സൂര്യനെയും ചന്ദ്രനെയും നോക്കുമ്പോൾ കാട്ടിലെ പക്ഷികളെ പരിപാലിക്കുന്ന ദൈവം, കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം ഇപ്പം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇപ്പം ബൈബിൾ സത്യമാണ്. അപ്പം ഈ പഠനത്തിൻ്റെ ആവശ്യം എന്തുകൊണ്ടെന്നാണ് നമ്മുടെ വിഷയം. ഈ സത്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം വന്ന നാൾ ഏതൻ തോട്ടം മുതൽ തുടങ്ങിയതാണ്. സാത്താൻ ഒരിക്കലും മനുഷ്യന് സത്യം കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. സത്യത്തിൻ്റെ ഇടയ്ക്ക് കളവിതയ്ക്കും. കർത്താവിൻ്റെ സഭയിൽ അധിക നാൾ നിർത്തില്ല ആരെയും. വിശ്വസ്തരല്ലെങ്കിൽ, വചനപരിചയമില്ലെങ്കിൽ, ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ കളകൾ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടും. ദുരുപദേശത്തോട് ചായ്വ് വരും. അധിക നാൾ നിൽക്കില്ല. ഇപ്പം സത്യം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സത്യം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ആക്രമിക്കാമെന്ന് എന്ത് ചെയ്യും? നമ്മൾ സുരക്ഷിതത്വം എടുക്കും, എതിർക്കും. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ ബസ്സിൽ യാത്ര സമയത്ത് ആരെങ്കിലും കൈയിട്ടെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ കൈ തടയും. നമുക്ക് തന്ന സത്യം ആരെങ്കിലും കവർന്നുകൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പോലീസ് പറയും നിങ്ങൾ തടയണം, നിങ്ങൾ എതിർക്കണം, പ്രതിരോധിക്കണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് പോരാടണം. അതുകൊണ്ടാണ് ഈ പഠനത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഇന്നത്തെ ഈ ലോകത്തിൽ സാങ്കേതികത്വത്തിൻ്റെയും ആധുനികതയുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ദൈവനിഷേധത്തിൽ മുഴുകുന്ന ഈ ലോകത്തിൽ മിക്ക രാജ്യങ്ങളും നിരീശ്വരവാദത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ നാശത്തിലേക്ക് വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലുള്ള പ്രത്യേകിച്ച് യുവതലമുറകൾ ദൈവനിഷേധം ഒരു തമാശയായി കാണുന്ന ലോകത്ത് ദൈവമക്കൾക്ക് ബോധമുണ്ടാകണം, ദൈവമക്കൾക്ക് ഉറപ്പുണ്ടാകണം, നിശ്ചയമുണ്ടാകണം. അവിടെ കാലുകൾ പാറമേൽ ഉറച്ചു നിൽക്കുന്ന പോലെ ബലമുണ്ടാകണം. നാം വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ദൈവമുണ്ട്. ദൈവം വിളിച്ചാൽ വിളി കേൾക്കും. ദൈവം ആത്മാവാണ്. കർത്താവ് യേശു ദൈവപുത്രനാണ്. നിത്യത ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് വ്യക്തമായി ബോധം വേണം. അതുകൊണ്ടാണ് പൗലോസും പത്രോസും ഒക്കെ പറഞ്ഞത്, നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന ഏതിനോടും ഉത്തരം പറയാൻ വ്യക്തമായി ഒരുങ്ങി നിൽക്കണം. ഗലാത്യർ 2 പൗലോസ് അപ്പോസ്തലൻ പത്രോസിനോട് പോലും എതിർത്ത് നിൽക്കുന്നതാണ് കപടം കാണിച്ച്. ഒന്നാമത്, ബൈബിളിന് പ്രതിരോധം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. ബൈബിൾ പ്രതിരോധിക്കണം. കാലാവസ്ഥ അത് ആവശ്യപ്പെടുന്നു. രണ്ടാമത്, ചിലർ പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യൻ്റെ യുക്തികൾ കൊണ്ടൊന്നും ദൈവത്തെ അറിയാൻ പറ്റില്ല. അതിനെ അവർ ആശ്രയിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 1-ാം വാക്യം. 1 കൊരിന്ത്യർ 1:21 ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ബോധ്യത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതായത് ലോകം അതിൻ്റെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല എന്നുള്ള വാദം. എത്ര പഠിച്ചാലും ദൈവത്തെ അറിയാൻ കഴിയില്ല. പക്ഷെ വാസ്തവത്തിൽ ആ വേദഭാഗം പറയുന്ന എന്താണ്? വേദഭാഗം മനുഷ്യൻ ദൈവത്തെ അറിയാൻ യുക്തിസഹജമായി ന്യായമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി ദൈവത്തെ അറിയാൻ ശ്രമിക്കരുതെന്നല്ല അവിടെ പറയുന്നത്. അവിടെ ശരിക്ക് ശാസിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയും അഹങ്കാരത്തെയുമാണ്. ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക്കൊണ്ട്, കാരണം അഹങ്കാരവും അഹന്തയും കിടക്കുന്ന മനുഷ്യൻ ദൈവത്തെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശിശുക്കളെ പിടിച്ച് മുന്നിൽ നിർത്തിയത് കർത്താവ്. നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിലെന്ന് പറഞ്ഞത്. നാം പലപ്പോഴും ഈ അവസ്ഥയിൽ വന്നിട്ടുണ്ട്. എനിക്കെല്ലാം അറിയാമെന്നൊരു ധാരണ. പ്രത്യേകിച്ച് യൗവന പ്രായത്തിൽ അപ്പനും അമ്മയോടും പറയും, നിങ്ങൾ മിണ്ടണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചുള്ള പ്രയോഗമാണ്. പക്ഷെ നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണ് ഈ യൗവനപ്രായത്തിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ മൂഢത്വം, അത് വെറും സ്വാർത്ഥതയായിരുന്നുവെന്നും അഹങ്കാരവും നിഗളവുമായിരുന്നുവെന്നും പിന്നീട് മനസ്സിലാകും. ഇപ്പം ഇവിടെയുള്ള തത്വചിന്തന്മാരുടെ ധാരണ, അവരുടെ ഈഗോ, അവരുടെ സ്വാർത്ഥത, അഹങ്കാര നിഗളം, അതാണ് ഇവിടെ പരാമർശിക്കുന്ന വിഷയം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നേരത്തെ പറഞ്ഞ എല്ലാത്തിലുള്ള വികലമായ കാഴ്ചപ്പാടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഈ ലോകത്തിലെ നടുവിൽ അപ്പം നാം മനുഷ്യരായ നാം യുക്തിപരമായി ബുദ്ധി ഉപയോഗിച്ച് ന്യായമായിട്ട് അന്വേഷിച്ച് നിരീക്ഷിച്ച് നാം കണ്ടെത്തണം. സത്യത്തെ കണ്ടെത്താൻ കഴിയും. ഇല്ലെങ്കിൽ ദൈവം പറയില്ല അന്വേഷിച്ചാൽ കണ്ടെത്തും എന്ന് പറയില്ല. നിങ്ങൾ എന്നെ തപ്പി നോക്കി കണ്ടെത്തണം എന്ന് പറയില്ല. ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്, എന്നിലാണ് നിങ്ങൾ ഇരിക്കുകയും ചരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് പറയില്ല. അപ്പോൾ ദൈവത്തെ അറിയാൻ കഴിയും. അതിനാണ് ദൈവം നമുക്ക് കഴിവ് തന്നത്. ന്യായത്തിൻ്റെയും ബോധത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും യുക്തിയുടെയും ആലോചന കഴിവും ഒക്കെ തന്നത് അതിനാണ്. ആലോചിക്കണം. മൂന്നാമത് ചിലർ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല, അത് മാത്രം മതി, വിശ്വാസം മാത്രം മതി, കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എബ്രായ ലേഖനം 11-ാം വാക്യം വേണമെങ്കിൽ അതിനായി ഉപയോഗിച്ചെന്ന് വരാം. എബ്രായ ലേഖനം 11:6 എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ.
ഈ വായുധഭാഗം എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങൾ ക്രിസ്തീയ വിശ്വാസം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, വിശ്വാസം മാത്രം മതി, കൂടുതൽ പഠനത്തിനൊന്നും ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ എബ്രായ ലേഖനം 12:6 എന്താ പറയുന്നത്? അവിടെ പറയും ദൈവത്തിന് മുമ്പിൽ വരുന്ന മനുഷ്യന്, ദൈവത്തിനൊരു ബന്ധം ആവശ്യപ്പെടുന്ന മനുഷ്യൻ, ആഗ്രഹിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കഴിവുകൾ, ദൈവം ആരെന്ന് മനസ്സിലാക്കണം. തൻ്റെ നാമത്തെ അറിയുന്നവർ തന്നിൽ ഉറച്ചു നിൽക്കും, ആശ്രയിക്കുന്ന ദാനിയേൽ പറഞ്ഞതുപോലെ. ദൈവത്തെ അറിയണം. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ താൻ ആരെയാണ് വിളിക്കുന്നത്, ഈ ദൈവം ആരെന്നറിയണം. ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വേണം ദൈവത്തെ വിളിക്കാൻ. അതിന് ദൈവത്തെ അറിയണമെന്നതോടൊപ്പം തന്നെ നാം അന്വേഷിക്കുന്ന നമുക്ക് ചില കഴിവുകൾ വേണം, ചില വിശേഷണങ്ങൾ വേണം, സ്വഭാവങ്ങൾ വേണം. ദൈവത്തിൻ്റെ അടുക്കൽ വരണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തെ കാണാൻ അറിയാനുള്ള കഴിവ് വേണം, അന്വേഷിക്കാനുള്ള താല്പര്യം വേണം. ഇതൊക്കെ നമുക്കുണ്ടാകണം. അപ്പോൾ വിശ്വാസം മാത്രമല്ല, നമ്മൾ അറിവ് വേണം, അറിവുള്ളവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിസ്ത്യാനിത്വം എനിക്കറിയില്ല എന്ന് പറഞ്ഞ മതമല്ല. എനിക്കറിയാം, എൻ്റെ ദൈവത്തെ എനിക്കറിയാം. ഏകസത്യതയായി നിന്നെയും നീ അയച്ചിരിക്കുന്ന കർത്താവ് യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ദൈവമക്കൾക്ക് അറിവുള്ളവരാകണം. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നശിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. എന്തിനാ ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മൾ വെറുതെ കണ്ണടച്ച് വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കാൻ പോരാ, അറിയണം. എങ്കിൽ മാത്രം നമ്മൾ പാടുന്ന എല്ലാ പാട്ടും ദൈവത്തിന് യോഗ്യമല്ല എന്ന് കാണാൻ പറ്റും. എല്ലാ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയാൻ പാടില്ലെന്ന് തിരിച്ചറിയാൻ പറ്റും. എല്ലാ പ്രസംഗവും ദൈവനപ്രകാരമല്ല എന്നും ഈ കാണുന്ന മിക്ക സഭകളെന്ന് അറിയപ്പെടുന്ന മിക്കതും ദുരുപദേശമാണെന്ന് അറിയണമെങ്കിൽ വ്യക്തമായി സത്യത്തെക്കുറിച്ചുള്ള ബോധം വേണം. 4ാമത് പറയുന്നൊരു വാദം, ഇങ്ങനെയുള്ള പഠനത്തിലൂടെ ആരും രക്ഷപ്പെടില്ല, ഇങ്ങനെയുള്ള പഠനത്താൽ ആരും രക്ഷിക്കപ്പെട്ടതായിട്ട് അനുഭവമില്ല. ഏറെക്കുറത് ശരിയാണെന്ന് തോന്നാം. ക്രിസ്തീയ വിശ്വാസ തെളിവുകളുന്ന പഠനം കൊണ്ട് ഇപ്പം ബൈബിള് വാസ്തവമാണ്, ദൈവമുണ്ട്, യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വാസ്തവമാണ്, ഇങ്ങനെയുള്ള പഠനങ്ങൾ, തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ കൊണ്ട് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടില്ല എന്ന് പറയുന്നത് ഏറെക്കുറെ ശരിയാണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. രക്ഷയ്ക്ക് വേണ്ടി നാം കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ കർത്താവിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധം വേണ്ടേ? എന്നാൽ ദൈവം അയച്ച പുത്രനായ കർത്താവ് യേശുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ നിശ്ചയം വേണമെങ്കിൽ ദൈവമുണ്ടെന്ന് ബോധം വേണ്ടേ? യേശു ഉണ്ടെന്ന് ബോധം വേണ്ടേ? ഒരു അടിസ്ഥാനം നമുക്ക് ആവശ്യമില്ല. ലോകത്തിൽ അനേക വിഷയങ്ങളുണ്ടാകാം. ഒരു വിഷയം തന്നെയാണ് ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ. അതൊരു തുടക്കമാണ്. ദൈവത്തെക്കുറിച്ച് അറിയുക ഇന്നത്തെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ക്രിസ്തീയ വിശ്വാസം എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം, എന്തുകൊണ്ട് ദൈവമക്കൾ ആകണം, ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം എന്ന് എന്തുകൊണ്ടെന്ന് പറയണം. പണ്ടത്തെ പോലെയല്ല, പാരമ്പര്യമായിട്ട് ബൈബിൾ എടുത്ത് കൈ കൊടുത്ത് വായിച്ച് പഠിക്കുന്ന പറയുന്ന പോലെയല്ല. എന്തുകൊണ്ട് ബൈബിൾ വായിക്കണം, എന്തുകൊണ്ട് ദൈവമേന്ന് വിളിക്കണം എന്ന് വ്യക്തമായി യുവതലമുറയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ് ഇന്ന്. ഇത് വളരെ ആവശ്യമാണ്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനിത്വത്തിലെ വളരെ പ്രത്യേകമായ ഒരു ഗുണമാണ് സഹായിക്കുക, ബെനവലൻസ്. മറ്റുള്ളവരെ സഹായിക്കുക, സാമ്പത്തികമായിട്ട് സമയം കൊടുത്തും ഊർജം കൊടുത്തും സാന്നിധ്യം കൊടുത്തും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും. പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ട് നമ്മുടെ സഹായം സ്വീകരിച്ച വ്യക്തി ആത്മരക്ഷ പ്രാപിക്കുന്നില്ല, നമുക്കതറിയാം. ലോകത്തിൽ അനേക ധർമ്മ സംഘടനകളുണ്ട്, അനേക നന്മകാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ ഇപ്പം കാനയിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് വളർത്തി, ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിനെ ചവറുതൊട്ടിയിൽ നിന്ന് എടുത്ത് വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് കല്യാണം കഴിച്ച് ജോലിക്ക് വാങ്ങിച്ചു കൊടുത്ത് അവർ കുടുംബത്തിൽ എവിടെയെങ്കിലും സ്ഥാപിക്കും. അതിൻ്റെ അർത്ഥം ഒരു ആത്മാവ് രക്ഷപ്പെട്ടെന്നല്ല. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും ആത്മരക്ഷയ്ക്ക് പകരമല്ല. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്ന തെറ്റാണെന്നാരും പറയില്ല. ഇങ്ങനെയുള്ള ധർമ്മകാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നാരും പറയില്ല. കാരണം യാക്കോബിൻ്റെ ലേഖനത്തിൽ എൻ്റെ 1-27 വാക്യത്തിൽ യാക്കോബ് തന്നെ ഇപ്രകാരം, ദൈവാത്മാവ് ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവായി ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും ഇവിടെ സങ്കടത്തിൽ നിന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. ഈ ധർമ്മകാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ദൈവമക്കളാണ് ധർമ്മകാര്യങ്ങൾ ചെയ്യേണ്ടത്. ലോകത്തിലെ ആൾക്കാർ മുഴുവൻ ചെയ്യുന്നുണ്ട്, കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ആത്മരക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്ത തെറ്റെന്ന് ആരും പറയുകയില്ല. അപ്പോൾ ഈ പഠനം ആവശ്യമില്ലെന്നല്ല പറയേണ്ടത്, ഈ പഠനം കാണേണ്ട സ്ഥലത്ത് കാണണം. മറ്റൊന്ന് ആരാധന. നമ്മൾ ആരാധനയ്ക്ക് ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്തൃദിവസം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിലുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ, ദൈവത്തെ ബഹുമാനിക്കാൻ നമ്മൾ ഒരുമിച്ച് കൊടുക്കും. ചില സമയത്ത് സന്ദർശകർ വരും. പെട്ടെന്ന് നമ്മുടെ ബോർഡ് കണ്ടിട്ട് വന്നതാകാം, നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിലൂടെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ കൂടെ വന്നതാകാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച് വന്നവരാകാം, ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ച് അറിയാൻ. അപ്പം ഇങ്ങനെ അവർ വരും, വന്ന് അവിടെ ഇരിക്കും, ഇതെല്ലാം കാണും. അവിടെ വന്നതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല.
പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇതൊരു തുടക്കമാകാം. അന്നവിടെ പാടിയ പാട്ടോ സങ്കീർത്തനങ്ങളോ കേട്ട പ്രസംഗങ്ങളോ ദൈവമക്കളുടെ സ്നേഹമോ എല്ലാം കാണുകയും അതിന് സാക്ഷിയായി തീരുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടെന്ന് ആദ്യമായി കാണുന്നവർക്ക് ഒരുപക്ഷെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായെന്ന് വരാം. എന്ന് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ പഠിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ ഈ വിഷയം ഇതുവരെ കേട്ടിട്ടില്ല, ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിക്കൂടെ? അതിന് ഈ വിഷയം അത്രത്തോളം ആവശ്യമാണ്. ഇന്നുവരെ ഞാൻ വിചാരിച്ച പോലെയല്ല. ഇപ്പം പൗലോസ് അല്ലെങ്കിൽ ശൗലായിരുന്ന മനുഷ്യന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായി, നീ ഉപദ്രവിക്കുന്ന നസ്രാനായ യേശുവാണ് ഞാനെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന് യേശു മിഥ്യയാണെന്നും യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ള ആ സംശയം മാറിയില്ല. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ വിശ്വാസികൾക്ക് അതിൻ്റെതായ സ്ഥാനം. ചില കാര്യം പെട്ടെന്ന് പറഞ്ഞ് സമയം എളുപ്പം എടുത്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ ഇത് ബുദ്ധിയും ന്യായവും ഒക്കെ തെളിവും ആലോചനകളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ യോബിൻ്റെ പുസ്തകം 38 മുതൽ 42 വരെയുള്ള അധ്യായങ്ങൾ, ദൈവം യോബിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ യോബിനോട് ദൈവം വ്യക്തമായി ദൈവവും യോബ് തമ്മിൽ സംസാരിക്കുകയാണ്. ദൈവം യോബിനോട് പറഞ്ഞു, നീ നിന്റെ ബുദ്ധിയും യുക്തിയും ന്യായവും ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. നിന്റെ മനസ്സ് പ്രവർത്തിക്കട്ടെ. നിന്റെ മനസ്സുകൊണ്ട് ഉപയോഗിച്ച് നോക്ക്. നിന്റെ ചുറ്റും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്ക്. ഈ മഞ്ഞ് എവിടെ നിന്ന് വന്നു? പ്രഭാതത്തോട് നീ കൽപ്പിച്ചിട്ടുണ്ടോ? സമുദ്രത്തിന്റെ ആഴങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? അന്ധകാരത്തിൽ വാതിൽ വെച്ചത് നീയാണോ? മഞ്ഞ് ശേഖരിച്ചിരിക്കുന്ന കലവറ നിനക്കറിയാമോ? ഈ മഞ്ഞിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഇടിമുഴക്കം എവിടെ നിന്ന് വന്നു? മകീരങ്ങളും നക്ഷത്രങ്ങളും തുടങ്ങി ആകാശത്തിൽ നിറഞ്ഞു കിടക്കുന്ന നക്ഷത്രങ്ങളെ വാരി വിതറിയതാരാണ്? കാക്കയ്ക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നതാണ്. കുതിരയ്ക്ക് അതിൻ്റെ ശക്തി കൊടുത്തത്, കുഞ്ചുരോമങ്ങളിൽ ശക്തി നിറച്ചതാരാണ്? മാത്രമല്ല, ചില മൃഗങ്ങളെ തൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച ദൈവം, ലിവിയാഥൻ, ബഹോമത്ത്. അന്നത്തെ കാലഘട്ടത്തിൽ യോബിന് പരിചയമുള്ള മൃഗങ്ങളാണ്. നിനക്കെന്നെ തൊടാമോ? മൂക്കിന്ന് തീ വാറുന്ന മൃഗത്തിന് മുമ്പിൽ പോയി നിൽക്കാമോ? എൻ്റെ ചെതുമ്പലിൻ്റെ ബലം ഇരുമ്പിനേക്കാൾ ബലമുള്ളതാണ്. ഒരു വാളും ശൂലവും അതിലേക്ക് കൊള്ളില്ല. ഇങ്ങനെയുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് യോബിനോട് ചോദിക്കുമ്പോൾ, ദൈവ ചോദ്യങ്ങളൊക്കെ യോബിനോട് ചോദിക്കുമ്പോൾ യോബിൻ്റെ മനസ്സ് പ്രവർത്തിക്കുകയാണ്. യോബ് ചിന്തിക്കുകയാണ്. യോബ് ആലോചിക്കുകയാണ്. താൻ ഇതുവരെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം പറയുന്നു, യോബേ, നീ ഒരു മനുഷ്യനാണ്. ഞാൻ സൃഷ്ടിച്ച ഭൂമിയിൽ ജീവിക്കുന്ന വെറും മനുഷ്യനാണ്. നിനക്ക് ഒരു നിയന്ത്രണവുമില്ലാത്ത ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. ആ മൃഗങ്ങളെ കാണിക്കുമ്പോൾ പറയുകയാണ്, ഈ ചോദ്യങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്, നിനക്കൊരു നിയന്ത്രണവുമില്ല. നീയല്ല ഇത് സൃഷ്ടിച്ചത്, നീയല്ല ഇതിനെ പരിപാലിക്കുന്നത്, നീയല്ല അതിന് തീറ്റ കൊടുക്കുന്നത്, നിനക്ക് അതിൻ്റെ മേൽ ആധിപത്യവും അധികാരവുമില്ല. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, ഇതിൻ്റെ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എൻ്റെ ശക്തി വലിപ്പം നീ കാണും. ദൈവം യോബിനോട് സംസാരിച്ചവൻ്റെ ബുദ്ധി തെളിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് യോബ് അവസരം, ഞാൻ ഇപ്പോൾ എല്ലാം കാണുന്നു. യോബിന് തൻ്റെ ഉത്തരവാദിത്തം മനസ്സിലായി, തൻ്റെ പ്രതികൂലങ്ങൾ എങ്ങനെ നേരിടണം. സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. 8-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. 8-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയും, നമുക്ക് കാണാം. വായിച്ച് കേൾക്കാം. 8-ാം സങ്കീർത്തനം 3-ാം വാക്യം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ്, ബുദ്ധി, യുക്തി, ന്യായം, ചിന്തകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നത്. അലമാരി വെച്ച് പൊട്ടുവയ്ക്കാനല്ല. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെ, നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനുണ്ട്. അപ്പോൾ ഞാനത് നോക്കുമ്പോൾ, സങ്കീർത്തനം 19:1 പ്രസിദ്ധ ആകാശദേവന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കും. അപ്പോൾ ചിലത് പ്രസിദ്ധമാക്കുകയാണ് പ്രപഞ്ചം, പ്രകൃതി. 33-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. ഇപ്പോൾ സങ്കീർത്തനം 8, സങ്കീർത്തനം 19, സങ്കീർത്തനം 33, 8-9 സകല ഭൂവാസികളെ ഭയപ്പെടട്ടെ, ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെ അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ലോകം, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ നോക്കിയാൽ അതിൽ സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ആദർശനായ ദൈവത്തിൻ്റെ സാദൃശ്യം. പുതിയ ചില ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വാക്യങ്ങളിലും ലൂക്കോസിന്റെ ചരിത്രകാരനാണ്. ചരിത്രകാരൻ സാധാരണ വെറുതെ കേട്ടുകേൾവി വെച്ചുകൊണ്ടൊന്നും എഴുതില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ട് കഴിവിക്കഥകൾ എഴുതുന്ന പോലെയൊന്നും, സ്വപ്നം കണ്ട പോലെയൊന്നും എഴുതില്ല. ലൂക്കോസ് എന്ന ചരിത്രകാരൻ ഈ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. തിയോഫിലസ് ഒരാൾ ജീവനുള്ള ആളാകാം, ഇല്ലാത്ത ആളാകാം, അറിയില്ല.
പക്ഷെ ഒരാൾ ഉള്ളതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ശ്രീമാനായ തിയോഫിലോസ്, റോമൻ സമൂഹത്തിലെ വളരെ ഉന്നതമായൊരു ഭരണാധികാരിയാകാം. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് ബോധ്യമായിരുന്നു. ക്രമമായി എഴുതുകയാണ്. ഇത് സാക്ഷികളുടെ സാക്ഷ്യമാണ്. ഞാൻ എഴുതുന്ന വിഷയങ്ങളുടെ സാക്ഷികളായവരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ക്രമമായിട്ടാണ് എഴുതുന്നത്, സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് എഴുതുന്നത്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഈ സമൂഹം എന്താണ്, ഈ പറയുന്ന യേശു എന്ന വ്യക്തി വാസ്തവത്തിൽ ഉള്ളതാണ്. ഇതാണ് ലൂക്കോസിൻ്റെ ഉദ്ദേശം. അപ്പം വ്യക്തമായി സൂക്ഷ്മമായി പരിശോധിച്ച് വാർത്തയുടെ നിശ്ചയം കൈകാര്യം ചെയ്യുകയാണ്. അത് വായിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിൽ ക്രമമായി എഴുതുകയാണ്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നി തനിക്ക് നിശ്ചയമുണ്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ ചരിത്രത്തിൽ നടന്ന കാര്യമാണ്. നിങ്ങൾ വലിയ തെളിവെന്ത് വേണം? ഈ കർത്താവ് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ഉപദേശങ്ങൾ, അത്ഭുതങ്ങൾ, ഉപമകൾ, മരണം, അടക്കം, ഉയർപ്പ്, സഭ. ഇപ്പോൾ ക്രിസ്ത്യാനിത്വം പീഡിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഭരണാധികാരിയോട് പറയുകയാണ്, വേണ്ട, ഇത് ക്രിസ്ത്യാനിത്വം ദൈവികമാണ്. അതിൻ്റെ തെളിവ് ഞാൻ പറയാം. ഈ പുസ്തകം, ഈ ഗ്രന്ഥം വായിച്ചു നോക്ക്. എത്ര മനോഹരമായിട്ടാണ് അത് മനസ്സ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിക്കുന്നു. അവർക്കെല്ലാം സുപരിചിതമായ വിഷയമാണ് ക്രിസ്തുവിൻ്റെ മരണമടക്കം. ക്രിസ്തു ക്രൂശിൽ മരിച്ചു. പത്രോസ് ആ കൂടിയുള്ള ജനത്തോട് ന്യായത്തോടെ, യുക്തിയോടെ സംസാരിക്കുകയാണ്. അവർക്ക് സുപരിചിതമായി അറിയുന്ന, കാണാവുന്നൊരു വിഷയം ദാവീദിൻ്റെ കല്ലറ. നിങ്ങൾ അങ്ങോട്ട് നോക്കി, ദാവീദിൻ്റെ കല്ലറ കാണാം. പക്ഷെ കല്ലറയ്ക്കകത്ത് ദാവീദിൻ്റെ ശരീരമുണ്ട്. പക്ഷെ ഇപ്പുറത്ത് യേശുവിൻ്റെ കല്ലറ. അവിടെ യേശുവില്ല. മുദ്ര പൊട്ടിക്കിടക്കുന്നു, മുദ്രകളൊക്കെ തകർന്നു കിടക്കുന്നു, കല്ലുരുണ്ട് കിടക്കുന്നു, അതിനകത്ത് ആളില്ല. അപ്പോൾ ഈ കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വ്യക്തമായി തെളിയിച്ചു കൊടുത്തു. കാണാൻ കഴിയുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, കൺമുമ്പിലുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ കല്ലറ ശൂന്യമാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രവർത്തന പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കുന്നു. അവർ അംഫിപോലിസിലും അപ്പല്യോനിലൂടെ കടന്നു തെസ്സലോനിക്കിലെത്തി. ഇവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പള്ളി എന്ന സിനഗോഗ്. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 സബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. സാധാരണ ചെയ്യുന്ന പോലെ 3 സബത്ത്, അതായത് 21 ദിവസം അല്ലെങ്കിൽ അതിന് അടുത്ത് ഉള്ള ദിവസങ്ങൾ ഈ സിനഗോഗിൽ ചെന്നിട്ട് ഇവിടെ യഹൂദന്മാരോട് തിരുവെഴുത്തടിസ്ഥാനമാക്കി, ഇവിടെ കയ്യിലുള്ള ഗ്രന്ഥം അടിസ്ഥാനമാക്കി വ്യക്തമായി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ വാസ്തവത്തെ വ്യക്തമായി കാണിച്ചു. വെറുതെ അന്ധവിശ്വാസമല്ല ക്രിസ്ത്യാനിത്വം. വേറെ യാതൊരു വഴിയുമില്ലാത്തതുകൊണ്ട് മനുഷ്യൻ്റെ വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കണ്ട് പേടിച്ച് മനുഷ്യൻ തൽക്കാലം കണ്ടെത്തിയ രക്ഷാമാർഗമല്ല ദൈവവും വിശ്വാസവും. സത്യമാണ്, ദൈവമുണ്ട്. നാം ആ ദൈവത്തോട് കടപ്പെട്ടവരാണ്. ദൈവത്തെ അറിയാനും ആരാധിക്കാനും സ്നേഹിക്കാനും അനുസരിക്കാനും. ദൈവം സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനങ്ങളിലൂടെ കൂടുതൽ അറിവിലേക്ക്. മറക്കരുത്, മനസ്സുപയോഗിക്കുക. നിരീക്ഷണവും ചിന്തകളും യുക്തിയും ന്യായവും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടട്ടെ. അതാണ് ദൈവവും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വ്യക്തമായ തെളിവ് മുമ്പിൽ തന്നാൽ, ആ തെളിവ് ദൈവം മുമ്പിൽ നിരത്തിയാൽ പിന്നെ ദൈവമില്ലെന്ന് പറയുന്നു. കർത്താവ് യേശു ദൈവമല്ലെന്ന് പറയുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പഠനങ്ങൾ കേൾക്കുന്നവർ, വലിയ ഉത്തരവാദിത്വം നിങ്ങളുടെ മേലുണ്ട്. ഒരു വലിയ സമൂഹം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഈ തെളിവുകൾ അവരെല്ലാവരും കേട്ട ഉടനെ തന്നെ ഇത് മനസ്സിലാക്കുകയില്ല. പക്ഷെ പറയുന്നത് നമുക്ക് നിശ്ചയമായി ദൈവമുണ്ട്. ദൈവങ്ങളെ സഹായിക്കും.